ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുമ്പളങ്ങ ചേർത്തുള്ള ചിക്കൻ കറിയാണ്. നല്ല ടേസ്റ്റിയായ ചിക്കൻ കറിയാണ് ഇത്. അതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ഞാനിവിടെ 1 കിലോ കോഴിയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് അത് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ് ഇത്. അതിലേക്ക് ഒരു പകുതി കുമ്പളങ്ങ വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. കുമ്പളങ്ങ പെട്ടെന്ന് വേകുന്ന കാരണം ഇത് വലിയ കഷ്ണങ്ങളായിട്ട് ഇട്ടാൽ മതി. അതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ഞാനിവിടെ 2 ചെറിയ സവോളയാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. ഒരു 10 വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് തക്കാളിയും എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില. അതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ എന്തെല്ലാമെന്ന് നോക്കാം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അതിലേക്ക് ഞാൻ ചേർക്കുന്നത് തേങ്ങാപ്പാലാണ്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ വേണം. ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് അത് ഉണ്ടാക്കാൻ വേണ്ടത്. അതിന് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലതായിട്ട് വഴന്നു കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. സവോളയും ചേർത്ത് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോള ഒരുപാട് വഴന്നു പോകണ്ട, നല്ലതായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആകുന്ന പോലെ അത്രയും നേരം ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് വീണ്ടും നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. എരിവ് വേണമെങ്കിൽ കൂടുതൽ പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ 2 പച്ചമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരുപാട് തക്കാളി ചേർക്കണ്ട. ഒരു ചെറിയ തക്കാളിയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. അതും ചേർത്ത് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കോഴി ചേർത്ത് കൊടുക്കാം. കോഴിയും ചേർത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കോഴിയുടെ കഷ്ണങ്ങളിലെല്ലാം നമ്മുടെ മസാലയൊക്കെ പുരളുന്ന വിധത്തിൽ നല്ലതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി ഇടുമ്പോൾ തന്നെ നമുക്ക് കോഴി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. തക്കാളി സെപ്പറേറ്റ് ആയിട്ടൊന്നും വെന്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കോഴി കഷ്ണങ്ങൾ വേകുമ്പോൾ തന്നെ തക്കാളിയും വെന്തോളും. നമ്മുടെ മസാലയൊക്കെ നല്ലതായിട്ട് പുരളുന്ന വിധത്തിൽ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് വീണ്ടും നല്ലതായിട്ടൊന്നുകൂടെ ഇളക്കി യോജിപ്പിക്കാം. ഇതെല്ലാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കോഴി വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളവും ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഒരു 20 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ കോഴി വേകാൻ വെച്ചിട്ട് 20 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ കോഴി
വെന്തോന്ന് നോക്കാം. കോഴിക്കഷ്ണങ്ങൾ മുക്കാലും വേവായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ചേർത്ത് കൊടുക്കാം. കുമ്പളങ്ങയും ചേർത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്കിതൊന്നുകൂടെ വേവിക്കാനായിട്ട് അടച്ചു വയ്ക്കാം. കുമ്പളങ്ങ പെട്ടെന്ന് വെന്തു പോകും. അതിനാൽ ഒരുപാട് വെള്ളമൊന്നും വേണ്ട. കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് വേവിക്കാനായിട്ട് നമുക്ക് വീണ്ടും അടച്ചു വയ്ക്കാം. നമ്മുടെ കുമ്പളങ്ങയും ചിക്കനും ഒക്കെ നല്ലതായിട്ട് വെന്തു വന്നിട്ടുണ്ട്. ഇതൊന്നും നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കുമ്പളങ്ങയിൽ ആ ചിക്കൻ്റെ ടേസ്റ്റൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട്. ചാറൊക്കെ നല്ലതായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാലും ചേർത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിലേക്ക് താളിച്ചു കൊടുക്കണം. അതിനു വേണ്ടി ഞാനിവിടെ താളിക്കുന്നത് നെയ്യിലാണ്. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു 3-4 ചുവന്നുള്ളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി നല്ലതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 2-3 വറ്റൽമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതും ഒന്നും നല്ലതായിട്ട് മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നമുക്കിതൊന്ന് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നെയ്യിൽ താളിച്ചു കൊടുക്കണമെന്നില്ല. ഞാനിവിടെ നെയ്യ് എടുക്കുന്നതേ ഉള്ളൂ. അത് ഓപ്ഷനിലാണ്. അല്ല എങ്കിൽ വെളിച്ചെണ്ണയിൽ താളിച്ചു കൊടുത്താലും മതി. നല്ല ടേസ്റ്റിയായ കുമ്പളങ്ങ ചിക്കൻ കറി റെഡിയായി. അതിനെയും ഒരു സെർവിങ് പ്ലേറ്റിലെടുത്ത് നമുക്ക് സെർവ് ചെയ്യാം. ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ ചിക്കൻ കറിയാണ് ഇത്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.